ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്കമാലി മാങ്ങക്കറി റിയൽ ടേസ്റ്റിൽ വെക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അങ്കമാലി മാങ്ങക്കറി വെക്കാൻ അറിയാം, പക്ഷെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ആ തനതായ രുചി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്സ് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടിപ്പ് നമ്പർ 1, അങ്കമാലി മാങ്ങക്കറിക്കായിട്ട് അധികം പുളിയില്ലാത്തതും ഉടയാത്ത ടൈപ്പ് മാങ്ങയാണ് ഏറ്റവും ഉചിതം. അഥവാ പുളി ഉണ്ടെങ്കിൽ അല്പം ചൂടുള്ള വെള്ളത്തിലിട്ട് മാങ്ങയുടെ പുളി ഒന്ന് കളഞ്ഞതിന് ശേഷം മാങ്ങക്കറിക്കായിട്ട് ഉപയോഗിക്കുക. ടിപ്പ് നമ്പർ 2, അങ്കമാലി മാങ്ങക്കറി റെഡിയാക്കുമ്പോൾ സവാളയുടെ കൂടെ കുറച്ച് ചുവന്നുള്ളിയോട് ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും. ടിപ്പ് നമ്പർ 3, കല്ലുപ്പാണ് ചേർക്കേണ്ടത്. ഹിമാലയൻ പിങ്ക് സാൾട്ടോ പൊടിയുപ്പോ അല്ല ചേർക്കേണ്ടത്. ഹിമാലയൻ പിങ്ക് സാൾട്ടൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. നെക്സ്റ്റ് ടിപ്പ്, കാശ്മീരി മുളക് പൊടി ചേർക്കരുത്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അങ്കമാലി മാങ്ങക്കറി റെഡിഷ് അല്ല, യെല്ലോ കളറിലാണ്. പിന്നെ അടുത്ത ടിപ്പ്, മാങ്ങക്കറി റെഡിയാക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഇളക്കുക. പല സൈഡിലേക്ക് ഇളക്കി കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കറി റെഡിയാക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തിള വന്നു തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇത് എൻ്റെ സ്വന്തം ടിപ്പാണ്, അത് യൂസ്ഫുൾ ആണ് കേട്ടോ. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ ഫ്രഷ് അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാലിൽ അല്പം ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ചേർക്കുക. അടുത്ത ടിപ്പ്, 1-ാം പാല് ചേർത്തിട്ട് ഒരുപാടിട്ട് തിളപ്പിക്കരുത്. തിള വന്നു കഴിയുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ 1-ാം പാല് വേവേം വേണം, പക്ഷേ ഇട്ട് തിളപ്പിക്കാനും പാടില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരവും കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം ചട്ടിയിൽ ചൂട് നിൽക്കും. പിന്നെ അടുത്തത്, കടുക്, ഉലുവ ഇത്യാദി ഐറ്റംസ് ഒന്നും മൂപ്പിക്കണിയിൽ ചേർക്കില്ല. നമ്മൾ കുഞ്ഞുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്തരം സാധനങ്ങളാണ് നമ്മൾ മൂപ്പിക്കണിയിൽ ചേർക്കുന്നത്. പിന്നെ ഒഴിച്ചു കൊടുത്ത് കിടക്കുന്നതാണ് അങ്കമാലി മാങ്ങക്കറി. അതുകൊണ്ട് ആ തിക്നെസ് ശ്രദ്ധിക്കുക. ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുമ്പോഴാണ് അങ്കമാലി മാങ്ങക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഫുൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ വേണ്ടവർ ചെക്ക് ചെയ്യാം കേട്ടോ. താങ്ക്